അറ്റ്ലാസ്റ്റ് ഞാനൊരു മാമിയായിട്ട് അപ്പം മാമി മാമനും കൂടി പരിപാടിൻ്റെ തലേദിവസം എത്തണം എന്നുള്ളത് നിർബന്ധമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പാലക്കാട്ടിൽ പോവാണ്. ഞങ്ങളുടെ കയ്യിൽ 200 രൂപയല്ലോ കേട്ടോ. 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് പാലക്കാട് എത്തും എന്നുള്ള സംഭവം ട്രിക്കി ആയിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ചേച്ചി മുല്ലപ്പൂ മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സംഭവം ഞാൻ മേടിച്ച് വെക്കാത്തതുകൊണ്ട് എനിക്കിതിൻ്റെ പ്രൈസ് ഒന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഇതിനൊക്കെ എന്ത് വിലയാണെന്നറിയോ. ഇത് മേടിച്ച് തിരിയുന്ന സമയത്താണ് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഒരു റീല് റിലീസായ കാര്യം ഞാൻ അറിഞ്ഞത് കേട്ടോ. സംഭവം ഞാൻ കിട്ടിയപ്പോൾ തന്നെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. അമ്മ ചോദിച്ചത് നീ തന്നെയാണോ എന്ന്. അപ്പം ഇത് കാണാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഓടിക്കും, കുറച്ച് നേരം അപ്പം ഓടിക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെയോ ഓടിച്ച് പാലക്കാട് എത്തിയിട്ടോ. ഇവിടെ എത്തിയതും കുറേ മുഖങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ നമ്മുടെ അണ്ടർസ്റ്റാൻഡ് റിലേറ്റീവ്സ് ആയിരുന്നു കേട്ടോ. കയറി ചെന്നത് കുറേ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊന്നും തിരിഞ്ഞു നോക്കില്ല, ബിക്കോസ് നമ്മൾ ഡയറ്റിലാണല്ലോ. അങ്ങനെ കുറച്ച് നേരം ചേച്ചീൻ്റെ അടുത്ത് ചൂടാമണീൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തിട്ട് വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് ചീട്ട് കളിക്കായിരുന്നു. നല്ല കൈയായിരുന്നു കേട്ടോ ഭാഗ്യത്തിന് കിട്ടിയത്. ഈ കാണുന്ന ചെക്കനില്ല, അവൻ എൻ്റെ പ്രായമാണ്. ഞാൻ വിചാരിച്ചു എൻ്റെ അനിയനാണ്. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫുഡ് കഴിച്ച് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് എന്നെ എല്ലാവരും കൊണ്ട് കാണിച്ചത് നീ ചെറുപ്പത്തിൽ എഴുതി വെച്ചതാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ കുറച്ച് പണികളൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പരിപാടിക്ക് വേണ്ടി റെഡിയായി നിന്നോട്ട്. ഇതാണ് ഞാനും എൻ്റെ അനിയനും. ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കരുത്, ഞാൻ ഇതുപോലെ ഓരോ സംഭവങ്ങളൊക്കെ ഇടും. അങ്ങനെ നമ്മൾ ഉണ്ണീൻ്റെ പേരിട്ടു കേട്ടോ. ആ ഉണ്ണീൻ്റെ പേരാണ് നിഹ, പക്ഷെ ഞാൻ ചൂടാമണിന്ന് മാത്രമേ വിളിക്കുള്ളൂ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഫുഡ് കഴിച്ചാൽ എത്ര മണിക്കാന്ന് പറയുമോ? 2 മണിക്ക്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ അനിയനും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ്. ബൈ.